ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. ഈ ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? എടേ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയാം. ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. സത്യം പറഞ്ഞ ഫാദറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു യഥാർത്ഥ വൈദികൻ എങ്ങനെ ആകണം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഫാദർ. സത്യം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട എന്നുള്ളതാണ്. സബ് ഹൈപ്പൊക്കെ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്നലെ സത്യം പറഞ്ഞാൽ രാത്രി ഒരു വീഡിയോ കണ്ടപ്പോൾ, അതായത് ഫാദർ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളത്. ഞാൻ വണ്ടറടിച്ച് ഞെട്ടിത്തരിച്ച് നമ്മളോട് യൂട്യൂബ് സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. ചേട്ടാ ഇത് കണ്ടു നോക്ക്, എന്തോന്നിത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഫാദറിന്റെ നാവിൽ നിന്ന് വന്നത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മളല്ല പല യൂട്യൂബേഴ്സും താങ്കളോട് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫാദറിനോട് എനിക്ക് ബഹുമാനവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പറയാൻ കാരണം ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഫാദർ പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ടാവാം. മറവി നല്ലത് തന്നെയാണ്. ഓക്കെ, അതിന് മുമ്പ് അവസാനം ഫാദർ ഈ പറയുന്ന രേണു സുധീരെ വീട്ടിൽ പോയി ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഫാദർ തന്നെയാണ് എനിക്ക് ആ ഒരു വീഡിയോ ഇട്ട് തന്നു. അപ്പൊ ഞാൻ ഫാദറിന് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യണം. അത് ഇപ്പം അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. കേൾക്കാം. കണ്ടു ഫാദറെ, എന്ത് പറയാ, എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. ആർക്കും നമ്മളെപ്പോഴും പറയും പോലെ ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ് അവൾക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് അവൾ തന്നെ പറയുന്നു ഇത് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാം സത്യം പറഞ്ഞ ഫാദറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു യഥാർത്ഥ വൈദികൻ എങ്ങനെ ആകണം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഫാദർ. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ അറിഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഫാദർ അവിടെ പോയത്, എന്തുകൊണ്ടായിരിക്കും പ്രാർത്ഥനയിൽ പങ്കെടുത്തത് എന്നൊക്കെ എനിക്ക് ആദ്യം ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ അറിഞ്ഞു. എനിക്കറിയാം അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതൊരു ദൈവം തന്ന ശിക്ഷയാണെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ തിരിച്ചു പറഞ്ഞ് ഒരാളൊന്ന് മാപ്പ് പറയുമ്പോൾ അതൊക്കെ സാധാരണ പറഞ്ഞ കേസൊക്കെ മറന്നുകൊണ്ട് അവിടെ ചെന്ന് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിച്ചൊരു മനസ്സ് അത് ചെറുതല്ല ഫാദറെ. ഇവിടെ ഹീറോ സത്യം പറഞ്ഞ ഫാദറാണ്. ആരും അത് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യാത്തതാണ്. നമ്മൾ ഈ വിഷയത്തിൽ ഇനി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്ന അടിയിൽ വരുന്ന കമന്റുകൾ വേറെ രീതിയിലായിരിക്കും. മനസ്സിലായോ? ഇവരെ കൂടെ നിൽക്കുന്ന പലരും എന്ന് പറയുന്നുണ്ട് ഇപ്പം കുരു പൊട്ടി, ഇപ്പം ഫാദറുമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാം കുരു പൊട്ടി വന്നു. ഈ ഫാദറിനെ കുറ്റം പറഞ്ഞവരാ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഫാദറിന്റെ കൂടെ നിന്ന് സംസാരിച്ചവരാ. അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണ്ട. ഇങ്ങനൊരു അസുഖം ക്യാൻസറാണ്, 4th സ്റ്റേജ് ആയി. വേണ്ട, ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് ദൈവം തന്ന ഒരു പരീക്ഷണമായി കരുതി ദൈവത്തോട് പ്രാർത്ഥിച്ച് അസുഖമൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാകട്ടെ. ഇതാണ് ഞാൻ ഫാദറിന് അയച്ച മെസ്സേജ്. അതായത് ഞാൻ എടുത്തു പറയുന്നുണ്ട്, ഇവിടെ ഫാദറാണ് ഹീറോ. എല്ലാ ബിഷപ്പുമാർക്കും താങ്കൾ ഒരു മാതൃകയാണ് എന്ന് പറഞ്ഞായിരുന്നു. അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു ബിഷപ്പിന് ചേർന്ന ഒരു ഭാഷമല്ല, ഒരു സംസാരമല്ല ഫാദർ ഇന്നലെ സംസാരിച്ചത് എന്നുള്ളതാണ്. വളരെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫാദർ പറഞ്ഞത്. ഫാദർ അത് ഒരിക്കൽ കൂടി എടുത്ത് കേൾക്കണം. താൻ എന്താണ് ആ സമയത്ത് ആ ഒരു വൈകാരികതയിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ എന്താണ് പറയുന്നത് ഒരിക്കൽ കൂടി കേൾക്കണം. അതിന് അവരൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഈ പറയുന്ന ഈ ചാനൽ ഉണ്ടല്ലോ, ഈ ചാനൽ സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ഇവര് തമ്മിലുള്ള അടിക്കൊക്കെ ഒരു കാരണം ഈ ചാനലാണ്. മനസ്സിലാകും. ഈ ചാനൽ ഇപ്പൊ ഈ ഒരു സാധനം ഫാദറിനെ കൊണ്ട് പറയിപ്പിച്ച് ഇങ്ങനെ തിരുമ്പോൾ തന്നെ വീണ്ടും ഈ പറയുന്ന അച്ഛനും ഈ അമ്മയും മകനും തമ്മിൽ വീണ്ടും അടിയാൻ നടക്കും. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈദികനും ചേരാത്ത സംഭവമാണ്. ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഞാൻ പ്രശംസിച്ചതാണ്. ഫാദർ അവിടെ പോകണം, ഫാദർ ഒരു മാതൃക ബിഷപ്പാണ്, ഫാദർ ഒരു ഹീറോയാണ്. ഫാദറിനെ ബിഷപ്പാമ്പ് എന്ന് വരെ വിളിച്ചവരെ തന്നെ ഫാദർ മറന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അത് തന്നെയാണ്, അവർക്ക് അസുഖം മാറട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. അതിനോടൊപ്പം ഫാദർ മനസ്സിലാക്കണം മറ്റൊരു കേസ്, രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മറ്റവനെ ഇടിച്ച് താത്തുകൊണ്ടാവരുത് എന്നുള്ളതാണ്. അവന്റെ മകനായ അല്ലെങ്കിൽ ഈ പറയുന്ന സുധിയുടെ മകനായ കിച്ചുവിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടല്ല അവളെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. മനസ്സിലായോ? അവളെ സപ്പോർട്ട് ചെയ്യണം, അവളെ കൂടെ നിൽക്കണം, പ്രാർത്ഥനയെല്ലാം കൂടെ നിൽക്കണം. ശരിയാണ്, ഫാദർ ഇതിനകത്ത് പറയുന്നുണ്ട്
എൻ്റെ അച്ഛനും ക്യാൻസർ വന്നാണ് മരിച്ചത്, എനിക്ക് ആ ദുഃഖം, എനിക്ക് ആ വേദന അറിയാം. ഓക്കെ, അതിന് ലെവലെടുത്ത് പറയുകയാണോ ചെയ്യണം? അതിന് തിരിച്ച് ഈ പറയുന്ന കിച്ചുവിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. കിച്ചുവിനെ വീട്ടിലൊക്കെ കയറില്ലെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഫാദർ എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഫാദർ, ഞാൻ വീണ്ടും പറയണം, ഒരിക്കൽ കൂടി ഫാദർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഫാദർ കേൾക്കണം. സത്യം പറഞ്ഞാൽ ഫാദർ ഇതിന് അപ്പോളജി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഒരു മാപ്പപേക്ഷ ഫാദർ ഇതിന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റാളെ ഇകത്തിക്കൊണ്ടാകരുത്, മറ്റാളെ ചവിട്ടി തേച്ചുകൊണ്ടാവരുത്, മറ്റാളുടെ നേരിൽ ആരോപണം ഇട്ടുകൊണ്ടാവരുത്. ഇതൊന്നും ഇല്ലാതെ ഫാദറിന് അവളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതൊന്നും ഇല്ലാതെ ഈ വാക്കുകളൊന്നും പറയാതെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫാദറിന് ഇന്നലെ ആ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റും. പക്ഷെ ഫാദർ അവിടെ അതല്ല ചെയ്ത്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫാദറിനെ കാണിച്ചു തരാം. ഫാദർ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ ഫാദർ ഇന്നലെ പറഞ്ഞ കേസ്, അല്ലെങ്കിൽ തുടക്കം, ഇപ്പം രേണുസുധിയുടെ കേസ് തുടക്കം ഒരു ചെറിയ ഒരു സംഭവം കാണിച്ചിട്ട് ഫാദർ പറഞ്ഞതിലേക്ക് പോവാം. രേണുസുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞു. ബിഷപ്പല്ല ചേച്ചി, ബിഷപ്പ് പാമ്പ്. ഓക്കെ, അപ്പോഴത്തെ ഒരു ഇതിലായിരിക്കാം. ഇത് ഫാദർ മറക്കരുത്. അതുമല്ല, ഫാദറിന് മറ്റൊരു കുടുംബമുണ്ടെന്നും ഫാദറിന് കുട്ടികളുണ്ടെന്നും ഫാദർ ഒരു ഗേ ആണ് എന്ന് പോലും പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പറയുന്ന ഒരു അറിവിൽ ഫാദറിന്റെ ജീവിതത്തിൽ ഫാദറിനെ ഇത്രയും മോശവാക്കുകൾ പറഞ്ഞ, ഇത്രയും പരിഹസിച്ച, ഇത്രയും ആക്ഷേപിച്ചൊരു വ്യക്തി ഫാദറിന്റെ ജീവിതത്തിൽ വേറെ ഇല്ല. ഫാദർ തന്നെ നമ്മുടെ പറഞ്ഞിട്ടുള്ള കേസാണ്, വേറെ ഇല്ല. ഓക്കെ, അതൊക്കെ മറന്നു കൊണ്ട് എന്ത് ചെയ്തു? രേണുസുധിയെ താങ്കൾ സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിക്കാൻ വലിയ മനസ്സ്. വൈദികൻ അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അത് ഫാദർ കേട്ടിട്ടില്ല എങ്കിൽ ഫാദർ ഒന്ന് കേട്ടു നോക്കി എന്താണ് ഇന്നലെ പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ വെക്കാം. രേണുസുധി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസ്, എനിക്ക് കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹമില്ല, രാഹുൽ ദാസ് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പുറത്തു വിടാൻ എനിക്ക് ആഗ്രഹമില്ല, പുറത്തു വിടുകയായിരിക്കും നമ്മളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഫാദറിനെ പറ്റിയും പല കേസുകളും രേണുസുധിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ വിശ്വസിക്കണോ? ഓക്കെ, കിച്ചു എന്താണ്? കിച്ചു ഈ ഫാദർ പറയുന്ന കിച്ചു ചെറുപ്പത്തിൽ എന്താണ് അവൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ കയറി പിടിച്ചു എന്നാണ് രേണുസുധി പറയുന്നത്. അതുപോലെ തന്നെ ഫാദറിനെ പറ്റി രേണുസുധി ഇതുപോലുള്ള അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഫാദറിനെ കുറിച്ച് പറഞ്ഞതും ശരിയാണെന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. ഓക്കെ, രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാവാൻ ശ്രമിക്കേണ്ട. പല പോലീസ് കേസ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാദർ, എല്ലാവർക്കും അറിയാം. ഞാൻ ഉൾപ്പെടെ, താങ്കൾക്ക് ഉൾപ്പെടെ ആ ഒരു 11 വയസ്സിൽ രേണുസുധിക്ക് കിട്ടിയാൽ അവൻ അങ്ങനെ ഒരു ഡ്രഗ്സിന്റെ അടിമയായിട്ട്, അങ്ങനെ ഒരു മയക്കുമരുന്നിന്റെ അടിമയായിട്ട് പോയി പോലീസ് കേസിൽ വന്ന് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം രേണുസുധിക്ക് തന്നെ. പാരന്റിങ് ആണ് അതിനുള്ള പാരന്റിങ്, വളർത്തുദോഷം എന്നൊക്കെ പറയുന്നത്. വളർത്താൻ പഠിക്കണം. കുട്ടികൾക്ക് സ്നേഹം കിട്ടിയില്ല, അവനൊരു റൂമിനകത്തിരുന്ന് അടച്ചിരുന്ന് പലപ്പോഴേക്കും വന്ന ഋതപ്പനാണ് കൂടെ വരുന്നത് എന്നൊക്കെ അവന്റെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഒരു ഇതുമില്ല, അവൻ അവിടെ ഇരുന്നു. അപ്പൊ ആ സമയത്ത് ഏത് പുണ്യാത്മാവിനെ ഇപ്പം ദൈവത്തിന്റെ മകനായാലും പോലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ വഴി തെറ്റും. അതിന്റെ ഉത്തരവാദിത്തം പാരന്റ് ആയിട്ടുള്ള രക്ഷകർത്താക്കൾക്കാണ്. അവന്റെ പേരിലെല്ലാം അടിച്ചേൽപ്പിക്കല്ലോ. 11ാമത്തെ വയസ്സിൽ രേണുസുധിയുടെ കൂടെ വന്നു എന്ന് പറഞ്ഞത് 2ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ അമ്മയില്ല. 11ാമത്തെ വയസ്സിൽ രേണുസുധി കിട്ടി. അവർക്കൊന്നും അവരെ നല്ല രീതിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഇവരിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർ നല്ല രീതിയിലായില്ലേ? ഓക്കെ, നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് പോയപ്പോൾ അവൻ നല്ല രീതിയിലായില്ലേ? അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത്, ഈ പറയുന്ന കിച്ചുവിനെ എങ്ങനെ എടുത്ത് സൈബർ അറ്റാക്കിന് എടുത്തിടാൻ, അല്ലെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കിച്ചുവിനെ അങ്ങ് സൈബർ അറ്റാക്കിൽ എടുത്തിടാനാണ് എന്നാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. വളരെ ശക്തമായിട്ട് എതിർക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ബാക്കിയേക്കാം. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുധിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. ഓക്കെ, രാഹുൽ ദാസിന് അഹങ്കാരമാണെന്നുള്ളത് ഇതേ ഡയലോഗ് രേണുസുധിയെ കുറിച്ച് ഞാനിവിടെ വെച്ചുതരാം. ഫാദർ പറഞ്ഞ് സാധാരണ മറന്നു പല കാര്യങ്ങളും ഞാൻ വെച്ചുതരാം.
ഓക്കെ, അതെന്താണ് പുള്ളി പറയുന്നേക്കാം. സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണം. ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനായി ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കാൻ. മനസ്സിലായില്ല? ഇവിടെ ഫാദർ പറയുന്ന മറ്റൊരു കേസുണ്ട്. ഇതിലോട്ട് വരണ്ട, ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാൻ, അത് എഴുതി കൊടുത്തതാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, വരണ്ട. ഇവിടെ വന്ന് എന്നാണ് ഫാദർ അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? അവനും കൂടി കൊടുത്ത വീടല്ലേ? എന്നാ അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? അവിടെ വന്ന് ചീത്ത വിളിക്കുകയോ ബഹളം, ഈ പറയുന്ന തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളം ഒടിച്ച് ബഹളം ഉണ്ടാക്കുന്നു എന്നാണ് അറിവ്. അവിടെ ഒരു നിവൃത്തിയില്ല, അവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാറുകളുടെ ബഹളം എന്നൊക്കെയാണ് അറിവ്. ഈ രാഹുൽ ദാസ് എന്നാണ് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? എന്തിനാണ് ഫാദറായിട്ട് ഈ വൈദികനായിട്ട് ഇരുന്നുകൊണ്ട് കള്ളം പറയുന്നത് എന്നുള്ളതാണ്. ഫാദർ ആലോചിച്ചു, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഫാദറിനെ വിളിക്കാം, ചോദിക്കാം, എന്താ ചെയ്യാം എന്നാ ഈ പറയുന്ന രാഹുൽ ദാസ് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത്? ഒരു ന്യൂസൻസ് ആയിട്ട് മാറിയത് എപ്പോഴാണ്? അവന്റെ വീട്ടിൽ അവന്റെ അനുജനെ കാണാൻ വേണ്ടി വരുന്നു എന്നല്ലാതെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയോ അവരോട് അടിയുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനും ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയും നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത്തരത്തിലൊരു അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ദുഃഖമാണ്. കാരണം എന്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. എനിക്ക് ആ രോഗത്തിന്റെ തീവ്രമായ വേദനകള്, അതിന്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. ആ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. രേണുസുതിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ വളരെ ദുഃഖമാണ് തോന്നുന്നത്. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണല്ലോ വന്നിരിക്കുന്ന ആ രോഗം എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഓക്കെ, പുള്ളിയുടെ ഫാദറിന് ഇതുപോലെ ഒരു സംഭവം വന്നു, ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ സങ്കടം, എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. അതിനർത്ഥം ആ പാവം പയ്യനെ പിടിച്ചിട്ട് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഫാദറെ. മനസ്സിലായോ? അവിടെയാണ് ഫാദറിന് പറ്റുപോയ തെറ്റ്. എന്തിനാണ് അവന്റെ തലയ്ക്ക് കയറാൻ പോയിട്ട്? അവൻ ഇത്രയും കുറ്റമാണ്, അവന്റെ പഴയതിന് അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവന് വെളിയിറക്കാൻ നടക്കില്ല. ഫാദറും ഇതുപോലെ രേണുവിന്റെ സുധീരെ കൂടെ അവനെ എന്ത് ചെയ്യുന്നത്? അവന്റെ ഭാവി തുലയ്ക്കാണ്. കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായിട്ട് പയ്യനാണ്. അവന് നാടി ഒരുപാട് ഭാവിയുണ്ട്. ഫാദർ ഇവിടെ വന്ന് അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സാധാരണ പോലുള്ള ഒരു വൈദികൻ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ? ഫാദർ ഒന്ന് പുനർചിന്തനം നടത്തണം. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ശരിയാണോ? എനിക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് പറ്റിയൊരു അബദ്ധമല്ല, അല്ലെങ്കിൽ ആ ഒരു വൈകാരികതയിൽ ഞാൻ പറഞ്ഞു പോയതല്ലേ എന്ന് ഫാദർ ചിന്തിക്കണം. ഓക്കെ, വേഗം സുഖമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഫാദർ പറഞ്ഞത് എന്നുള്ളതാണ്. ഫാദറെ, ഞാൻ പറഞ്ഞാൽ വേണ്ട, നമ്മൾ അങ്ങനെയല്ല കണ്ടത്. ഇനി ഫാദർ മുമ്പ് പറഞ്ഞ കുറച്ച് കേസുകളുണ്ട്. ഫാദറിന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇവിടെ വെച്ച് തരാം. മുമ്പ് ഇതേ രേണുസുതിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, രേണുസുതിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം. എനിക്കായിക്കൊള്ളട്ടെ, വേറൊരാൾക്കായിക്കോട്ടെ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അഹംഭാവം എന്നതിന് പറയുന്നത്, അത് വന്നിട്ടുണ്ട്. അധികം നാൾ അതൊന്നും മുന്നോട്ട് പോകത്തില്ല. അഹങ്കാരം, അഹംഭാവം അതിന്റെ വന്നിട്ടുണ്ടെങ്കിൽ അധിക കാലം ഒന്നും അത് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ് ഫാദർ പറഞ്ഞത്. ഇത് പറഞ്ഞത് ഈ പറയുന്ന രാഹുൽ ദാസിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ കിച്ചുവിനെ കുറിച്ചല്ല. ഇത് പറഞ്ഞത് താങ്കൾ രേണുസുതിയെ കുറിച്ചാണ് പറഞ്ഞത്. മേ ബി അറം പറ്റിയതുപോലെ ആയി എന്ന് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. പക്ഷെ അഹങ്കാരം കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴും അഹങ്കാരം അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയേക്കാം. രേണുസുതിയുടെ ഒരു ആർമിയുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും അവരാണ് എന്നെ വകവരുത്തുവാനായിട്ട് ഇവിടെ വാഹനങ്ങളിൽ വന്നത്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇന്റർനാഷണൽ കോളുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ കോളുകളിൽ എന്തായിരുന്നു? നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞ നമ്മളല്ല, ഇതൊക്കെ പറഞ്ഞ ഫാദർ തന്നെയാണ്. ഫാദറിന് വധഭീഷണി, കാറിൽ വന്നു വെട്ടാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തതൊക്കെ ഇത് തന്നെയാണ്. ഇപ്പൊ പറയുന്നു രേണുസുതിക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുന്ന പറയുന്നത്. ഓക്കെ, ബാക്കി രേണുസുതിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട, അയക്കണോ വേണ്ട, ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. ഓക്കെ,
ഫാദർ ഇപ്പൊ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് പലർക്കും ഇപ്പൊ തിരിച്ചു പറയാനുള്ളത്. 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ചിന്തിച്ചു എന്നുള്ളതാണ്. ഒരു അനുഭവം കിട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫാദർ ഈ ചെയ്തത് വളരെ നല്ലൊരു കാര്യം. ഒരു വൈദികനായി അങ്ങനെ തന്നെ ചെയ്യണം, അതിന് ഒരു പ്രശ്നവും ഇല്ലെന്നേ. അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഫാദർ അല്ലാതായി പോകും. ഒരു വൈദികനായിട്ട് ഇരിക്കാൻ താങ്കൾക്ക് യോഗ്യത ഇല്ലാതായി പോകും എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മകനെ അനാവശ്യമായ കാര്യങ്ങളിൽ എടുത്തിട്ട് വലിച്ചഴിച്ച് അവനെ സൈബർ അറ്റാക്കിലേക്ക് ഇട്ട് കൊടുക്കുക, അവന്റെ ഭാവി തുലയ്ക്കുന്ന ഫാദറിന് ഒരു കുറ്റവും പോലും, അല്ലെങ്കിൽ ഫാദറിന്റെ മേലിൽ ഇച്ചു പോകുന്നൊരു വാക്കോ, അല്ലെങ്കിൽ ഫാദറിന് എതിരായിട്ടൊരു വാക്കോ, ഒരു വക പോലും അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫാദറിന് പറയുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫാദറിന് എതിരായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന ഇപ്പോ താങ്കൾ പുകഴ്ത്തി പറയുന്ന അവർ എന്തൊക്കെ ഫാദറിനെ പറഞ്ഞിട്ടുണ്ട് ഫാദറിന്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ടും ഒരാൾ പോലും പറയാത്തത്ര പിന്നെ ആക്ഷേപ വാക്കുകളാണ് ഫാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ ഫാദർ എന്റെ തന്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. സുധി പറഞ്ഞ വ്യക്തി വരുന്ന വന്ന വഴികളും മറക്കുന്ന 100% വന്ന വഴികളെല്ലാം അവർ മറന്നുപോയി. ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇവരെന്തെങ്കിലും 100 ദിവസമൊക്കെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും പറയാം അവിടുത്തെ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നു പറയും. ബാക്കി കാര്യങ്ങൾ ജനം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ്. മനസ്സിലായല്ലോ? ബിഗ് ബോസിൽ ചെന്ന് അവസാനം എന്ത് ഉപകാരം ചെയ്താലും അവരെ കുറ്റം പറയുന്ന ഒരു പ്രകൃതമാണ്. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ അവർക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വളരെ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂല് ഫാദർ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന രേണുസുധിയും കിച്ചുവും തമ്മിലുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കാണുക ഫാദറെ. ഇത് ആരാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് ചുമ്മാ കിടന്ന ചെറുക്കനെ വലിച്ചഴച്ചത്? ആരാണ് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തത്? എന്തുകൊണ്ടാണ് അവൻ മറുപടി പറഞ്ഞത് എന്ന് ആദ്യം ഫാദർ നോക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, ഇപ്പൊ ഫാദർ ചെയ്തത് 101% വളരെ മോശമായ ഒരു പ്രവൃത്തി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു. വളരെ വളരെ മോശമായിട്ട് പ്രവൃത്തി. മനസ്സിലായോ? ഈ പറയുന്ന രേണുസുധിയെ താങ്കൾ സപ്പോർട്ട് ചെയ്തത് എത്രത്തോളം ശരിയാണോ അത്രത്തോളം തെറ്റാണ് താങ്കൾ ഇപ്പോ ഈ കിച്ചുവിനെതിരായിട്ട് പറഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും സത്യം പറയാൻ എനിക്ക് ഇപ്പോഴും അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും ഞാനിങ്ങനെ ഈ പുള്ളി എന്താ ഇങ്ങനെ ആയിപ്പോയത്? പലവട്ടം നമുക്കറിയാം, ഒരു തവണ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ രേണുവിനെ പിന്നീട് ഒപ്പോസ് ചെയ്യുന്നു, പിന്നെ കുറ്റം പറയുന്നു. അങ്ങനെ പല പ്രാവശ്യം പിന്നെ ഫാദറിന്റെ നിലപാടുകൾ പല പ്രാവശ്യം മാറി. വാക്കിനൊരു എന്താ പറയുന്നത്, ഒരു ഉറപ്പില്ല. പല വാക്കുകളും ഫാദർ മാറ്റി മാറ്റി പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്നതാണോ, അത് വാക്കുകൾക്ക് ഒരു നിലപാടില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഫാദർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മുമ്പ് രേണുസുധി പറഞ്ഞ മറ്റൊരു കേസ് പറഞ്ഞുതരാം. ഈ ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു. മനസ്സിലായോ? ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ് എന്നാണ് ഈ പറയുന്ന രേണുസുധി എന്ന് പറഞ്ഞത്. അതൊക്കെ ശരിയാണോ ഫാദറെ? ബിഷപ്പ് എന്റെ തന്തയാണോ എന്നാണ് ഫാദറിന്റെ അടുത്ത് അന്ന് ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഫാദർ ഇപ്പൊ പറയുന്നുണ്ട് ഈ കിച്ചുവിനെതിരായിട്ട് എന്തും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാറുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ഈ പറയുന്ന രേണുസുധി മുമ്പ് പറഞ്ഞത്, ഫാദറിനെ പറ്റി പറഞ്ഞത് പല തട്ടിപ്പുകളിലും പ്രതിയാണ്. പിന്നെ താങ്കളുടെ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, ഇവിടെ വരുന്നുണ്ട്. പല ലൈവിലും വന്നതുകൊണ്ട് ഫാദറിന് ഇനി പറയാനൊന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഫാദറിന്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്നിടത്തോളം കാലം ഇതുപോലെ ഫാദറെ വലിച്ചു കീറി ഒട്ടിച്ച ഈ പറയുന്ന എന്താണ് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്ത, ഇത്രയും ആക്ഷേപങ്ങൾ പറഞ്ഞ, ഇത്രയും ആരോപണങ്ങൾ പിന്നീട് പറഞ്ഞ, ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഫാദറിനെ പറ്റി പറഞ്ഞ മറ്റൊരു വ്യക്തി ഫാദറിന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. ആ വ്യക്തിയെ ഫാദർ സപ്പോർട്ട് ചെയ്തോ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നമുക്കൊരു ക്യാൻസർ രോഗിയാണ് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അത് ആ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം പാപം ഒന്നും അറിയാതിരിക്കുന്ന ആ താങ്കളെ കുറിച്ച് ഇച്ചിപ്പോന്നോ ഇതുവരെക്കായിട്ട് ഒരു മോശമായ വാക്ക് പോലും പറയാത്ത ഫാദറിനെ എപ്പോഴും നല്ല രീതിയിൽ എനിക്ക് വസ്തു തന്ന ആളാണ്, എപ്പോഴും നമുക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് വരെ പറഞ്ഞ ഫാദറിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ ആ പയ്യനെ കുറിച്ച് ഫാദർ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ദൈവകോപം ഉണ്ടാകുന്ന എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ഫാദർ ഇപ്പം പ്രാർത്ഥിക്കുന്ന ആരോ ആയിക്കോട്ടെ, ആ ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് ഫാദർ തോന്നുന്നു. ഒന്ന് ഞാൻ ചിന്തിക്കാനാണ് പറയുന്നത്. ഫാദർ ഒന്ന് ആലോചിച്ച് നോക്കി. ഫാദർ ഇപ്പൊ പറഞ്ഞ കേസുകൾ വീണ്ടും എന്തോ ഫാദർ പറയണേക്കെ തോന്നുന്നു, എന്തോ അവൻ വലിയ കേസാണ്, അതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത എന്തോ വലിയൊരു കേസ് അവൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ രേണുസുധി പറഞ്ഞു വെച്ചിട്ടെല്ലാം ശരിയാണ് എന്നാണ് ഫാദർ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് വലിയൊരു തെറ്റാണ്. ദൈവത്തിന് പുറത്തു എന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് മുന്നിലെങ്കിലും ഫാദർ
ഇതിന് മാപ്പ് അപേക്ഷിക്കണമെന്നാണ് എൻ്റെ ടേക്ക്. എൻ്റെ വശം അതാണ്. ഞാൻ പറയുന്നത് പിന്നെ ഫാദർ ഇന്ന് മാപ്പ് അപേക്ഷിക്കും. കാരണം ഫാദർ ഇത് ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒന്നും കമാനറക്ഷം താങ്കളെ പറ്റി ഒന്നും പറയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് വെറുതെ വന്നിരുന്ന് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തത് ഞാൻ വളരെ മോശം. ഞാൻ വീണ്ടും പറയട്ടെ, വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഫാദറിന് ഇങ്ങനെ ഒരു മലക്കം മറച്ചിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മോശമായി കമന്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കണം. ശരി.